ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മസാലക്കറിയാണ് കേട്ടോ. ഇപ്പോൾ കടച്ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ. കടച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള മസാലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതേ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് പാകം ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 ചുവന്നുള്ളി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുറി നാളികേരം ചിരകിയിട്ട് അതിൽ നിന്നുള്ള രണ്ടാം പാലാണ്, അതും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. കടച്ചക്ക വെന്ത് വരുമ്പോഴേക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കാം. അപ്പം ഞാനൊരു ഒരു മുറി നാളികേരത്തിൻ്റെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. നാളികേരം കളർ മാറി വരുന്നേ ഉള്ളൂ. ഈ സമയത്ത് കുരുമുളക്, പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നാളികേരത്തിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം ചേർക്കാൻ. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചവാസന മാറിയതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഒന്ന് നോക്കാം. ചക്കയെല്ലാം പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിരുന്നു അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. പിന്നീട് തിളയ്ക്കാനൊന്നും പാടില്ല. ഇപ്പോൾ ഇത് പാകമായിട്ടിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ചുവന്നുള്ളി അരിഞ്ഞത്, ഇളക്കി കൊടുക്കാം. 2 വറ്റൽമുളക്, കറിവേപ്പില, കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യും. 3 ഓപ്ഷൻ കാണാം. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നല്ല ഒരു വാസനയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്